ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ബികോം ഫോർത്ത് സെമ്മിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ പാർട്ടായ തിയറി പോർഷനായ ബ്ലോക്ക് 4 സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലോക്ക് 4 വരുന്നത് ഓഡിറ്റിംഗ് ആണ്. ഇത് ഫുള്ളി തിയറി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഓഡിറ്റിംഗ്. പക്ഷെ ഇത് അക്കൗണ്ടൻസിയുടെ ഒരു പാർട്ട് തന്നെയാണ് ഓഡിറ്റിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് അക്കൗണ്ടൻസിയുടെ കൂടെ ലാസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റ് കൊടുക്കാനുള്ള കാരണം. ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു വർക്ക് അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഫിനിഷിംഗ് വർക്കാണ് ഓഡിറ്റിംഗ് എന്ന് പറയാം. അത് അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ കണ്ടെത്താനും അത് പരിഹരിക്കാനൊക്കെ ഉള്ളൊരു പ്രോസസ്സാണ്. ആദ്യത്തെ യൂണിറ്റ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിനെ നമ്മൾ ഒന്ന് പരിചയപ്പെടാണ്. നമ്മൾ ഓഡിറ്റിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മീനിങ് നോക്കുമ്പോൾ ഓഡിറ്റിംഗ് വാസ് ഇൻസ്റ്റിഗേറ്റഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഓഡയർ. ഓഡയർ എന്നുള്ള വാക്കുന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് പണ്ട് കാലത്ത് the person responsible for maintaining accounts has gotten it certified as correct by an independent person. നമ്മളിപ്പോൾ കണക്ക് എഴുതാണ് എങ്കിൽ ആ കണക്കുകൾ സത്യസന്ധമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ വേറൊരാളുടെ മുന്നിൽ ചെന്നിട്ട് ആ കണക്ക് അവതരിപ്പിക്കണം, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് കണക്കിൻ്റെ കൃത്യത അറിയാൻ വേണ്ടി. മുമ്പ് കാലങ്ങളിൽ ഇങ്ങനെ അക്കൗണ്ടിങ് മെത്തേഡൊന്നുമില്ല, പ്രിൻസിപ്പിൾസിൻ്റെ ഒന്നുമില്ല. അപ്പോൾ പല സ്ഥാപനങ്ങളുടെയും കണക്കൊക്കെ ആരെങ്കിലും ഒരു വിശ്വസ്തനായ ഒരു വ്യക്തി ശേഖരിച്ചു വെക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും കള്ളത്തരം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടി ഒരാളുടെ മുന്നിൽ നിന്നിട്ട് കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയുള്ളൊരു വേർഡിൽ നിന്നാണ് അത്. ആ ഓഡയർ എന്നതിൻ്റെ ശരിക്കുള്ളൊരു മീനിങ് കേൾക്കുക എന്നാണ്. നമ്മൾ ശരിക്കും ഓഡിയോ എന്ന് പറയുന്ന പോലെ തന്നെ ഓഡയർ. അപ്പോൾ ഈ കണക്കുകൾ ഒരാളുടെ മുന്നിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നാണ് ഓഡിറ്റിംഗ് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ടായിട്ടുള്ളൊരു ആൾ അവിടെ വരികയും അയാൾ ആ കണക്ക് സത്യസന്ധമാണ് എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു രീതിയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഉപയോഗിച്ച ആ ഒരു വേർഡ് ഓഡയർ എന്നുള്ള വേർഡാണ്. അതിൽ നിന്നാണ് ഓഡിറ്റിംഗ് എന്ന് ഉള്ള ആ ഒരു വാക്ക് തന്നെ വന്നിട്ടുള്ളത്. ശരിക്കും ദ പേഴ്സൺ ഹിയറിംഗ് ദി ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട്സ് ഈസ് കോൾഡ് ഓഡിറ്റർ. അക്കൗണ്ട്സിൻ്റെ വിവരങ്ങൾ കേൾക്കുന്ന ആളാണ് ഓഡിറ്റർ. ദാറ്റ് ഇസ് വൈ ദ ടേം ഓഡിറ്റിംഗ് ഒറിജിനേറ്റഡ് ഫ്രം ദ ടേം ഓഡയർ വിച്ച് മീൻസ് ഹിയർ. അതായത് കേൾക്കുക എന്നുള്ള ആ ഒരു വാക്കിൽ തന്നെയാണ് ഓഡിറ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ബുക്സ്. ഇന്നത്തെ കാലത്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്: ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ഓഫ് എ ബിസിനസ് സോ ആസ് ടു എൻഷുർ ദ ആക്യുറസി ആൻഡ് ഓതന്റിസിറ്റി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയിൽ എഴുതി വെക്കുന്ന, നേരത്തെ നമ്മൾ ചെയ്തല്ലോ ജേർണൽ എൻട്രിയും മറ്റൊക്കെ, അതിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. ഇതിൻ്റെ കൃത്യത അളക്കലാണ്, ഇതിൻ്റെ കൃത്യത ഉറപ്പാക്കുന്ന ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ കൃത്യത ഉറപ്പാക്കുക? അതിന് ചില ഡോക്യുമെൻസിൻ്റെ വെരിഫിക്കേഷൻ വേണ്ടി വരും, എക്സാമിനേഷൻ വേണ്ടി വരും. ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഓഫ് എ ബിസിനസ്. അപ്പോൾ ജേർണൽ എൻട്രി ഒക്കെ നമ്മൾ എഴുതുന്നുണ്ട്. ജേർണൽ എൻട്രി നമ്മൾ വെറുതെ എഴുതുന്നതല്ല. ജേർണൽ എൻട്രി എഴുതുമ്പോൾ അതിനൊരു എവിഡൻസ് ഉണ്ട്. അതെന്തായിരുന്നു? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്,
ഒരു ജേർണൽ എൻട്രി ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കും? വൗച്ചർ ബിൽ ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവ്. അത് നോക്കിയിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രി ഇടുക. എന്നിട്ട് ആ തെളിവായ ആ ട്രാൻസാക്ഷൻ നടന്ന റെസിപ്റ്റ് എന്ത് ചെയ്യും? അത് ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യും. അപ്പോൾ അത് ആ റെസിപ്റ്റുകളും കൂടെ നോക്കിയിട്ട് എക്സാമിനേഷൻ നടത്തിയിട്ട് ഈ ഇട്ട ജേർണൽ എൻട്രിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ശരിയാണോ എന്നൊക്കെ വെരിഫൈ ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ വന്നിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ രേഖകളും സൂക്ഷ്മ പരിശോധന നടത്തുന്ന ഒരു പരിപാടി. ഓഡിറ്റിംഗ് ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു ഇൻസ്പെക്ഷൻ. ഇതൊരു പരിശോധനയാണ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിച്ച് പ്രിപ്പയർഡ് ബൈ ദി അക്കൗണ്ടന്റ് എഴുതി വെച്ചിട്ടുള്ള. ഇറ്റ് ഈസ് ഡൺ ബൈ അൻ ഔട്ട്സൈഡർ യൂഷ്വലി അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ പീരിയോഡിക്കലി. ഈ ഓഡിറ്റിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ഒരാൾ വന്നിട്ടായിരിക്കും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെയിലി അക്കൗണ്ടന്റ് വരുന്നുണ്ട്, ഒരു വർഷം മുഴുവൻ അയാൾ ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിലാണ് ഇത് ചെക്ക് ചെയ്യാനുള്ള ആൾ വരിക. അതൊരു ഔട്ട്സൈഡർ ആയിരിക്കും. ഈസ് എൻ ഇൻ്റലിജൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടെസ്റ്റ് ഓഫ് ആക്യുറസി, adequacy and dependability of accounting data and accounting statements വന്നിട്ട് പരിശോധിക്കുന്നത് തന്നെയാണ്. ഇത് ഓഡിറ്ററുടെ പരിശോധന. നമ്മൾ അക്കൗണ്ടന്റിനേക്കാൾ കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കും ഓഡിറ്റർ. വളരെ എന്താ പറയുക, സൂക്ഷ്മതയോട് കൂടിയിട്ടായിരിക്കും ഓരോ ബുക്സും പരിശോധിക്കുന്നത്. അതായത് ഒരു ഓഡിറ്റർ നമ്മുടെ കമ്പനിയിൽ വന്നാൽ ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ അവർ വന്നാൽ അവർ പെട്ടെന്നൊന്നും ചെക്ക് ചെയ്ത് പോവുകയല്ല ചെയ്യുക. അവർ ചിലപ്പോൾ ഒരു ഓഡിറ്റർ വന്നാൽ വലിയ കമ്പനിയെ കാണുന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ ആ കമ്പനിയിൽ ഉണ്ടാവും. എന്നിട്ട് അവരത് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. പരിശോധിക്കുന്ന ബുക്കുകളും എൻട്രികളൊക്കെ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ ഡാറ്റയും പരിശോധിക്കും. അപ്പോൾ ഇതൊരു എക്സാമിനേഷനാണ്, ഒരു പരിശോധനയാണ്. Examination of accounts ascertain whether the financial statement give a true and fair view of financial position and profit of or loss of the business. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും ലോസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതൊക്കെ കറക്റ്റ് തന്നെയാണോ, ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് തന്നെയാണോ, ഇങ്ങനെയൊക്കെ നോക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഔട്ട്സൈഡറാണ് ഓഡിറ്റർ. അയാൾ ചെയ്യുന്ന വർക്കാണ് ഓഡിറ്റിംഗ് എന്ന് പറയാം. അതിനൊരു ഡെഫിനിഷനും കൂടെ മനസ്സിലാക്കി വെക്കണം. As per the general guidelines, internal auditing issued by ICAI. Auditing is defined as a systematic and independent examination of data. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ്, റെക്കോർഡ്സ്, ഓപ്പറേഷൻ ആൻഡ് പെർഫോമൻസ്, അത് ഫിനാൻഷ്യൽ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫോർ എ സ്റ്റേറ്റഡ് പർപ്പസ്. ഓഡിറ്റിങ്ങിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കുന്ന പരിപാടിയാണ്. In any auditing situation, the auditor perceives and recognizes the positions before him for examination, collects evidence, evaluates the same on this basis of formulates his judgment. എന്തൊക്കെ പരിശോധിക്കണം, എങ്ങനെയൊക്കെ പരിശോധിക്കണം, എന്തൊക്കെ റെക്കോർഡ്സ് കളക്ട് ചെയ്യണം എന്നതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. ഡെഫിനിഷൻ സ്പൈസർ ആൻഡ് പെഗ്ലർ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റിംഗ് ഇസ് സച്ച് ആൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്. എന്താണ് വൗച്ചേഴ്സ്? വൗച്ചർ നമ്മൾ ജേർണൽ എൻട്രി ഇടുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് ഒരു സെയിൽ നടന്നാൽ അത് നമ്മൾ സെയിൽസ് വൗച്ചറിൽ എഴുതും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇതെടുത്തിട്ട് പരിശോധിക്കുക. അപ്പോൾ such an examination of books of accounts and vouchers of a business as will enable the auditor to satisfy himself. അതിന് സാറ്റിസ്ഫൈ ചെയ്യണം, അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രോപ്പർലി ഡ്രോൺ, ബാലൻസ് ഷീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയണം.
സോ ആസ് ടു ഗിവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് ഓഫ് ദ ബിസിനസ്. ബിസിനസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റായിട്ട് തന്നെയാണ് നടക്കുന്നത്. വെദർ ദ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഗിവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ, പ്രോഫിറ്റും ലോസും കറക്റ്റായിട്ട് തന്നെയാണോ കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അയാൾക്ക് തൃപ്തിപ്പെടുത്തുന്ന ഒരു പണിയാണ് ഓഡിറ്റിംഗ് എന്ന് സ്പൈസർ ആൻഡ് പെഗ്ലർ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പരിശോധിക്കുമ്പോൾ, ദ അനാലിസിസ് ഓഫ് ദി അബോവ് ഡെഫിനിഷൻ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഓഡിറ്റിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് എക്സാമിനിങ്. പരിശോധിക്കുന്ന ഒരു പണിയാണ് എന്ത്? ദ ആക്യുറസി ആൻഡ് ഓതന്റിസിറ്റി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ ആധികാരികതയും കൃത്യതയും പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അത് ചെയ്യുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ജേണൽ എൻട്രി കറക്റ്റ് ആണോ എന്ന് അറിയാൻ എവിടെ നോക്കണം? വൗച്ചേഴ്സ് നോക്കണം, റെസിപ്റ്റ് നോക്കണം. With the help of supporting documents and making sure the books of accounts show correct picture of the state of affairs of the business. ബിസിനസിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെയാണോ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അതിൻ്റെ ഒരു നേച്ചർ, ഡെഫിനിഷനിൽ തന്നെ കുറേ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഓഡിറ്റിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്, വളരെ കൃത്യതയോടുകൂടിയുള്ള എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് വളരെ കൃത്യതയോടുകൂടി പരിശോധിക്കുന്ന പരിപാടിയാണ് ഓഡിറ്റിംഗ് എന്ന് പറയാം. 2, ദ ഓതന്റിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ്റെ ആധികാരികത ഈസ് ചെക്ക്ഡ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് of transactions entered in the books of accounts such as vouchers, bills, carbon copy of receipts, counterfoils, vouchers, etc. ഈ പറഞ്ഞ എവിഡൻസുകളെല്ലാം വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള റെക്കോർഡ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി എല്ലാം കറക്റ്റിനാണോ എന്ന് നോക്കുക. ഓഡിറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ an independent person or body of a person who are duly qualified for the job. ഓഡിറ്റിംഗ് നടത്തുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്. ഇപ്പോൾ കമ്പനിയിൽ നമ്മളെല്ലാവരും കുറേ പേര് ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓഡിറ്റർ ആ കമ്പനിയിൽ എപ്പോഴും ഉണ്ടാവില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വരികയാണ് ചെയ്യുക. അതന്നെ ഒരു തവണ വന്ന ആളായിരിക്കില്ല പിറ്റത്തെ തവണ വരുന്നുണ്ടാവുക. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്. ഇവർ സ്ഥാപനത്തിലുള്ള തൊഴിലാളികളുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള അക്കൗണ്ടൻസുമായിട്ടോ ഒന്നും വലിയ കണക്ഷനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് അവരെ പുറത്തുനിന്ന് നിയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അന്വേഷണാത്മക ഒരു പരിശോധനയാണ് ഇവർ വന്നിട്ട് നടത്തുക, തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ള രീതി. അവർ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ അതൊരു ബോഡി ഓഫ് പേഴ്സൺസ് ആയിരിക്കും, ഒരു കൂട്ടം ആൾക്കാരായിരിക്കും. ഇപ്പോൾ ബാങ്കിലൊക്കെ ഓഡിറ്റിംഗ് നടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5-6 ആൾ ഒന്നിച്ച് വരും. എന്നിട്ട് അവരവിടെ ബാങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ബാങ്കിൽ പോയാൽ കാണാം എല്ലാ സീറ്റിലും വേറെ പുതിയ സ്റ്റാഫ് വന്നിരിക്കുന്നുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ബാങ്കിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മെല്ലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഓഡിറ്റിംഗ് നടക്കുകയാണെന്ന് അവർ പറയും. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള ആളാണ് ചെയ്യുക. ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും വരിക. അതാണ് ബോഡി ഓഫ് പേഴ്സൺസ്. ദ പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് നോട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ. ബുക്സ് ഓഫ് അക്കൗണ്ട് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർക്ക് ഇല്ല. അതിൻ്റെ കൃത്യത പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ്. ദ അക്കൗണ്ട്സ് ആർ യൂഷ്വലി പ്രിപ്പയർഡ് അക്കൗണ്ട്സ് ഫോർ സം അതർ സ്റ്റാഫ് ഈസ് ഇൻ ദി ഓർഗനൈസേഷൻ. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് വേറെ ആൾക്കാർ തന്നെയാണ്. അതാണ് ഇവർ വന്ന് പരിശോധിക്കുക. ദ ഓഡിറ്റർ ഷുഡ് ബി ക്വാളിഫൈഡ്. ഓഡിറ്റർ എന്ന് പറയുന്നത് സാധാരണ ജോലിക്കാരനല്ല, അദ്ദേഹം ക്വാളിഫൈഡ് ആവണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ ദി കേസ് ഓഫ് എ ബിസിനസ് വേർ ഓഡിറ്റിംഗ് ഈസ് കമ്പൽസറി. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റിംഗ് കമ്പൽസറിയാണ്. അത് എന്തുകൊണ്ടാണ്? കണക്ക് കൃത്യമാണോ എന്ന് അറിയണം. പ്രോഫിറ്റും ലോസൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കറക്റ്റാണെന്ന് അറിയണം. അത് ഗവൺമെൻറ്റിന് അറിയണം. അപ്പോൾ കമ്പൽസറി ഓഡിറ്റിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കണം. അങ്ങനെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുന്നത്. The scope of audit is not only limited to mere checking of a transaction. ഈ ട്രാൻസാക്ഷനിലെ ചെക്കിങ് മാത്രമല്ല,
but also sometimes extend it to non-commercial transactions. ചിലപ്പോൾ നോൺ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനിലും അവർ ഇടപെടും. അതായത് ബിസിനസ് വേറെ വല്ല പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ നോക്കാനുള്ള അധികാരം ഈ പറഞ്ഞ ഓഡിറ്റർക്കുണ്ട്. The auditor should satisfy himself and also certify the accuracy and authenticity of the profit and loss account and balance sheet. Profit and loss account ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ ഓതൻറ്റിസിറ്റി ക്ലാരിഫൈ ചെയ്യുന്നത്, സർട്ടിഫൈ ചെയ്യുന്നത് ഓഡിറ്ററാണ്. ഇതൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ നേച്ചർ. ഇനി എന്തിനാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്? അത് ഒന്ന് അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്തിനാണ് വെരിഫൈ ചെയ്യുന്നത്? നമുക്ക് ടാക്സ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് കാണിച്ചിരിക്കണം. പിന്നെ ചെക്കിങ് അക്കൗണ്ടിങ് പോളിസീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിന് കുറേ പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് തന്നെ ആണോ, പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എറർ ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ. ചിലപ്പോൾ നമ്മൾ അറിയാതെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. അത് ഒരു ഓഡിറ്റർ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ വിട്ടുപോയ മിസ്റ്റേക്കൊക്കെ അയാൾ കണ്ടെത്തും. ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതായത് കണക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടെത്താനും ഓഡിറ്റിങ് സഹായകരമാകും. അത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ബിസിനസ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഓഡിറ്റിങ് വേണം. അതായത് ഓഡിറ്റർ വരും, ചെക്ക് ചെയ്യും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യതയോടുകൂടി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യും, അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അത് ആ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന് ഒരു ഉറപ്പാണ്. അതായത് ഓഡിറ്റിംഗ് ഒക്കെ ഉള്ള കമ്പനിയാണ് എങ്കിൽ ആ കമ്പനിയിൽ ഫിനാൻഷ്യൽ തിരിമറികളും തട്ടിപ്പുകളും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഇൻവെസ്റ്റേഴ്സിനുണ്ടാകും. അത് ഇൻവെസ്റ്റേഴ്സിന് പണം മുടക്കാനുള്ള ധൈര്യം നൽകും. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ശരിയായ രീതിയിൽ കണക്ക് കൂട്ടിയാൽ മാത്രമേ നല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റിയുടെ വാല്യുവേഷൻ കറക്റ്റാണോ എന്ന് അറിയാൻ ഓഡിറ്റിംഗ് സഹായകരമാണ്. ഇതൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ആരാണ് ഓഡിറ്റർ? ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആളാണ് ഓഡിറ്റർ. അപ്പോൾ അയാളെ കുറിച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു മീനിങ് മനസ്സിലാക്കി വെക്കുക. ദ പേഴ്സൺ ഹു അസൈൻഡ് ദി ടാസ്ക് ഓഫ് ഓഡിറ്റിംഗ് ഈസ് നോൺ ആസ് ഓഡിറ്റർ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിൻ്റെ ടാസ്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആരെയാണ് ഏൽപ്പിച്ചത് അയാളാണ്. അയാൾ ആരായിരിക്കും? ദ പേഴ്സൺ ഹു ആർ പ്രൊഫഷണലി ക്വാളിഫൈഡ് വിൽ ബി അപ്പോയിന്റഡ് ആസ് ഓഡിറ്റർ. അയാൾ ഓഡിറ്ററായിട്ട് ആ കമ്പനി നിയമിക്കണം. അയാൾ പേഴ്സണലി ക്വാളിഫൈഡ് ആവുകയും ചെയ്യണം. ദ ഓഡിറ്റർ മസ്റ്റ് സബ്മിറ്റ് എ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഓഡിറ്റ് വർക്ക് അണ്ടർടേക്കൺ. അതേ ചെയ്ത വർക്കിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്. ഒരു കമ്പനിയിൽ ഓഡിറ്റർ വന്നു, ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇരുന്ന കമ്പനിയിലെ കണക്കുകൾ പരിശോധിക്കും. പരിശോധിച്ചിട്ട് അയാളാണ്ട് പോവില്ല ചെയ്യുക. അതേ പരിശോധിച്ചതിൻ്റെ മൊത്തത്തിലൊരു റിപ്പോർട്ട്, അത് വലിയൊരു ഫയൽ തന്നെ ഉണ്ടാകും, കുറേ പേജസ് വരുന്ന. കണ്ട മിസ്റ്റേക്കുകളെല്ലാം അയാളിങ്ങനെ എഴുതി പോകും. ആ റിപ്പോർട്ട് എന്ത് ചെയ്യണം? സമർപ്പിക്കുകയും വേണം. അത് ഗവൺമെൻറ്റിൻ്റെ സമർപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സമർപ്പിക്കണം, കമ്പനിയുടെ മാനേജ്മെൻറ്റിന് സമർപ്പിക്കണമെങ്കിൽ അങ്ങനെയും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ഓഡിറ്റർ, അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അത് അദ്ദേഹം ഫിനിഷ് ചെയ്തിരിക്കണം. ഒന്ന്, he must maintain integrity, be objective and remain independent throughout the audit process. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അവിടുത്തെ അക്കൗണ്ടന്റുമാരോ കമ്പനിയുടെ സ്ഥാപനത്തിലെ ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അതായത് ഒരു ഡിഫറൻ്റ് ആയി നിന്ന് തെറ്റുകൾ കണ്ടെത്തി ആ അക്കൗണ്ടന്റുമാരോടുകൂടി ചാരി നിന്ന് സംസാരിക്കാതെ എന്ത് ചെയ്യണം? അവർക്ക് ഫേവറബിളായിട്ട് സംസാരിക്കാതെ അയാളൊരു വ്യത്യസ്ത വ്യക്തിയായിട്ട് തന്നെ തെറ്റ് കണ്ടുപിടിച്ച് അവരെ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തിരുത്തിച്ചിട്ടോ ഒക്കെ പോകണം. ഹി മസ്റ്റ് ബി ഹോണസ്റ്റ്. ഓഡിറ്റർ സത്യസന്ധനായിരിക്കണം, കാരണം തെറ്റ് കണ്ടുപിടിക്കുന്ന ആളാണ്. ആൻഡ് മസ്റ്റ് എക്സസൈസ് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ ബിഫോർ സർട്ടിഫൈങ് എനിത്തിങ് ആസ് ട്രൂ. തെറ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചാർട്ടേഡ് അക്കൗണ്ടന്റോ മറ്റോ ആയിരിക്കും, ക്വാളിഫൈഡ് ആയ ആൾക്കാരായിരിക്കും. അവർ അത്രയും എക്സ്പേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ
അവരുടെ അത്രയും ശ്രദ്ധയോടുകൂടി മാത്രമേ അവർ ആ ജോലി ചെയ്യാൻ പാടുള്ളൂ. An auditor must be familiar with the legal frameworks governing the entity being audited. ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ കണക്ക് പരിശോധിച്ചാൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ കൂടി, ലീഗൽ ഫ്രെയിംവർക്സ് കൂടി ഇദ്ദേഹം ക്ലിയറായി മനസ്സിലാക്കിയിരിക്കണം. An auditor should have a strong understanding of fields related to auditing such as accounting, economics and mathematics. അദ്ദേഹം ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. Auditor should be aware of unique characteristics of a particular industry they are auditing. ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളെക്കുറിച്ച് അയാൾ എക്സ്പെർട്ട് ആയിരിക്കണം. അതായത് ഇപ്പോൾ ബാങ്കിങ്ങിലാണ് അദ്ദേഹം പോയിട്ട് ഓഡിറ്റ് നടത്തുന്നത് എങ്കിൽ ബാങ്കിങ് മേഖലയിലുള്ള ട്രാൻസാക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലാണോ പോകുന്നത് അതിനെക്കുറിച്ച് പഠിച്ച ഒരാളായിരിക്കണം ആര്? ഓഡിറ്റർ. ഇനി ആരാണ് ഓഡിറ്റർ അപ്പോയിൻമെന്റ് ചെയ്യുക? അപ്പോയിൻമെന്റ് ഓഫ് ആൻ ഓഡിറ്റർ. ഇത് കമ്പനി ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഓഡിറ്ററെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യാം എന്ന്. അക്കോർഡിംഗ് ടു സെക്ഷൻ 139 the Companies Act of 2013, appointment of an auditor involves a structured set of rules and regulations. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. സെക്ഷൻ 139 ആണ് കേട്ടോ. Every company shall the first annual general meeting appoint an individual or firm as an auditor who shall hold office from conclusion of that meeting till the conclusion of 6th annual general meeting, and thereafter till the conclusion of every 6th meeting of and the manner and procedure of ഒരു ലോ ആണ്, അതുകൊണ്ടാണ് ഇത്രയും വൈഡായിട്ട് പറയുന്നത്. പ്രൊസീജിയർ ഓഫ് സെലക്ഷൻ ഓഫ് എൻ ഓഡിറ്റർ. അതായത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഓഡിറ്റർ തീരുമാനിച്ച് അംഗങ്ങൾ അംഗീകരിക്കണം. കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും. ആ ബോർഡ് മീറ്റിങ്ങിൽ ഓഡിറ്റർ ആരാണ് എന്നും അയാൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ എന്നും എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി കമ്മിറ്റി തീരുമാനിച്ചിരിക്കണം. അത് ആക്ട് പ്രകാരമുള്ള ഒരു നിയമമാണ്. ആസ് പെർ ദി റൂൾ ഓഫ് 3, ഈ 2014 ഒരു ആക്ട് പ്രകാരം, 2014 റൂൾ പ്രകാരം, ബിഫോർ ദ അപ്പോയിൻമെന്റ് ഓഫ് റിട്ടൺ കൺസെന്റ് of such appointment and certificate shall be obtained from an auditor. ഒരു ഓഡിറ്ററെ നിയമിക്കണമെങ്കിൽ ആ ഓഡിറ്ററുടെ റിട്ടൺ കൺസെന്റും വേണം, സർട്ടിഫിക്കറ്റും വേണം. എന്നാൽ മാത്രമേ ഓഡിറ്ററെ കമ്പനിയിൽ നിയമിക്കാൻ പറ്റുള്ളൂ എന്നുകൂടി റൂള് 3 പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുക. ഇനി വേറൊരു ടോപ്പിക്കാണ് ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ നമ്മൾ ഈ രണ്ട് വാക്കിനെ താരതമ്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുകയാണ്. കമ്പനിയിൽ നടന്നു വരുന്ന മറ്റൊരു ഓഡിറ്റ് പ്രോസസ്സാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാലും അത് ഓഡിറ്റിംഗ് പോലെ തന്നെയുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ പരിശോധിക്കലാണ്. ഇൻവെസ്റ്റിഗേഷനും ഒരു കമ്പനിയിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കണക്കുകളും രേഖകളും പരിശോധിക്കലാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രണ്ട് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഇതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡൻ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേക റൂളും സമയമൊക്കെ ഉണ്ട്. ഓഡിറ്റിംഗ് നമുക്ക് തോന്നിയപ്പോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഒന്നുകിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം, അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാകും 6 മാസം കൂടുമ്പോൾ. അപ്പോൾ ആ രൂപത്തിലായിരിക്കും. അല്ലെങ്കിൽ മാസം ചെക്ക് ചെയ്യാൻ ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ടാകും. ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് ആ സമയത്ത് മാത്രം ചെയ്യുന്ന പരിപാടിയാണ് ഓഡിറ്റിംഗ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയല്ല. ഇൻവെസ്റ്റിഗേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് വിത്ത് വ്യൂ ടു അസർട്ടൈൻ ദ ഫാക്ട്സ് ഓർ സം സ്പെഷ്യൽ പർപ്പസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടത്തുന്ന അന്വേഷണമാണ് ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കേസ് അന്വേഷണത്തിലൊക്കെയാണ്.
എന്തെങ്കിലും പരാതികളോ കേസോ ഉണ്ടായാൽ ആ സമയത്ത് നടത്തുന്ന അന്വേഷണത്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഫിനാൻഷ്യൽ തിരിമറി നടന്നു വിചാരിക്കും. ഒരു ബാങ്കിൽ കോടികളുടെ ഫിനാൻഷ്യൽ തിരിമറി നടന്നു. അപ്പോഴും വരുന്ന ചെക്ക് ചെയ്യുന്നത് ഒരു ഓഡിറ്റർ തന്നെ ആയിരിക്കും. ആ ചെക്കിങ് വെറും ഓഡിറ്റ് അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസിനെ കൂട്ടിയിട്ടാണ് വരിക. അങ്ങനെയുള്ള പരിശോധനയെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ ഓഡിറ്റിങ് അങ്ങനെയല്ല, ഇത് കമ്പനിയുടെ റൂൾ അനുസരിച്ച് ചെയ്യുന്നതാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എൻ്റെ സ്കോപ്പ് നോക്കൂ, ബ്രോഡർ സ്കോപ്പാണ്. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പരിശോധിക്കുക, അതിൻ്റെ ആക്യുറസി മനസ്സിലാക്കുക എന്നുള്ളത് കമ്പനിയുടെ റൂളാണ്. എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയല്ല. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രം വന്ന് പരിശോധിക്കുക, അത് എല്ലാ ബ്രാഞ്ചിലും ചിലപ്പോൾ പോയിക്കൊള്ളണം എന്നൊന്നുമില്ല. നാരോ സ്കോപ്പാണ് ഇതിനുള്ളത്. അതായത് പലപ്പോഴൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുക. പ്രൊസീജിയർ നോക്കുമ്പോൾ carried out of following established auditing and auditing principles. ഓഡിറ്റിംഗ് നടത്തുന്നതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷനിൽ ഒരിക്കലും അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒന്നും നോക്കുന്നില്ല. ഒരു കേസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട്, കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കുന്നതിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പീരിയോഡിസിറ്റി ഉണ്ട്. ഏതിനാണ് പീരിയോഡിസിറ്റി ഉണ്ടാവുക? ഓഡിറ്റിങ്ങിന് പീരിയോഡിസിറ്റി ഉണ്ടാവുക. അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമോ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ മന്ത്ലിയോ 6 മന്തിലോ എന്താവും ഓഡിറ്റിങ് നടക്കുക എന്നുള്ള ഫിക്സഡ് ടൈം പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാം, അത് എത്ര വേണമെങ്കിലും നീളാം. അപ്രോച്ച് ഓഡിറ്റർ ആർ കെയർഫുള്ളി ക്വസ്റ്റ്യൻ തിങ്സ് ബട്ട് ദേ ഡോണ്ട് അസ്യൂം എനിത്തിങ് ഈസ് റോങ്. ഓഡിറ്റിങ്ങിൽ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി, അക്കൗണ്ടന്റിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ ബൈ തിങ്കിങ് there might be a problem, then look for a proof to see their right or wrong. നമുക്കറിയാലോ, ഇത് കേസുമായി ബന്ധപ്പെട്ടതാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ്. അവർക്ക് പലപ്പോഴും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? റിപ്പോർട്ട് എഴുതും. ഇന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാവാം, ഫണ്ട് അങ്ങോട്ട് തിരിമറി ചെയ്തിട്ടുണ്ടാവാം എന്നൊക്കെയുള്ള രൂപത്തിൽ അവർ റിപ്പോർട്ട് എഴുതും. മറ്റൊടുത്ത് അങ്ങനെയല്ല, മറ്റൊടുത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടാണ് പറയുക. ഇതാണ് ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, വായിച്ച് പഠിക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ്. ഓഡിറ്റിങ് കമ്പനിയിൽ പല രൂപത്തിലാണ് നടക്കുക. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നൊരു ഓഡിറ്റ് ഉണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ എ ബിഗ് ബിസിനസ് ഓർഗനൈസേഷൻ. വലിയ സ്ഥാപനങ്ങളാണ് ഇത് നടത്തുക. അപ്പോൾ ദ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ലാർജ്. അവിടുത്തെ ട്രാൻസാക്ഷൻ വലുതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റിംഗ് നടത്താൻ ആളുണ്ടാവും. അതിനൊരാളെ അപ്പോയിൻറ്റ് ചെയ്യും. ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. ഹിയർ ഓഡിറ്റ് വർക്ക് ഇസ് ഡൺ അലോങ് വിത്ത് ദ അക്കൗണ്ടിങ് വർക്ക്സ്. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വർക്ക്, ഇപ്പോൾ ഇന്നത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ടായിരിക്കും അത് കൺഫേം ചെയ്യുക. അങ്ങനെ കറക്റ്റായിട്ട് ബിസിനസ്സിനുള്ളിൽ തന്നെ ഓഡിറ്റർ ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ മെജോറിറ്റി ഓഫ് ദ ഓഡിറ്റ് വർക്ക് ഈസ് ഓവർ. ഫിനാൻഷ്യൽ ഇയർ അവസാനമാകുമ്പോഴേക്ക് ഓഡിറ്റിംഗ് വർക്ക് തീർന്നുണ്ടാവും. അതായത് ലാസ്റ്റ് മാത്രം ചെന്നിട്ട് നോക്കുന്ന പരിപാടി അല്ല ഇത്. ഇറ്റ് ഹെൽപ്സ് ടു പബ്ലിഷ് ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് സൂൺ ആഫ്റ്റർ ക്ലോസിംഗ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് മാർച്ച് 31 നമ്മൾ ക്ലോസ് ചെയ്യും. മാർച്ച് 31 ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഓഡിറ്റർ പരിശോധിച്ച ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യും. ഓഡിറ്റർ പരിശോധിച്ച ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഗവൺമെൻറ് അംഗീകരിക്കുക, ഇൻവെസ്റ്റേഴ്സും ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കുക. ഇതിൻ്റെ ഡെഫിനിഷനും കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എപ്പോഴാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്തുക? Where the volume transaction is large, then there is no satisfactory system of internal check. ഇന്റേണൽ ചെക്കിന് വേറെ ആളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റർ തന്നെ അവിടെ നിയമിച്ചാൽ മതി. ഇൻ കേസ് ഓഫ് ബിസിനസ് റിക്വയർസ് മന്ത്ലി ക്വാർട്ടർലി ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം അതിൻ്റെ കണക്ക് നോക്കാനൊന്നും തീരൂല. അപ്പോൾ മാസം എൻഡിൽ തന്നെ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ച റിപ്പോർട്ട് കമ്പനിക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ നിയമിക്കാം. ക്വാർട്ടർലിയോ മന്ത്ലിയോ ഒക്കെ റിപ്പോർട്ട് വേണമെങ്കിൽ. ക്ലോസ് ചെയ്ത ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ഓഡിറ്റ് ഫോളോ ചെയ്യാം. ഇങ്ങനെ കണ്ടിന്യൂസ് ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്?
Auditor is frequently visiting the premises of a client and conducting detailed checking. Therefore, the errors and frauds can easily detected. ഒരു വർഷത്തെ കണക്ക് എല്ലാം കൂടെ നമ്മൾ മാർച്ച് 31 പരിശോധിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മന്ത്ലിയോ വീക്കിലിയോ ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ പരിശോധിച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കിതിലൂടെ കിട്ടും എന്നാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, സിൻസ് ദ ഓഡിറ്റർ ഈസ് ഫ്രീക്വൻ്റ്ലി വിസിറ്റിംഗ് ദി പ്രിമൈസസ് ഓഫ് ദ ക്ലയൻറ്റ്, ദ സ്റ്റാഫ് ഓഫ് ദ ക്ലയൻറ്റ് മേ ബി റെഗുലർ ആൻഡ് വിജിലൻറ്റ്. എപ്പോഴും ഓഡിറ്റർ വന്നിട്ട് പരിശോധിക്കുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ അവിടുത്തെ സ്റ്റാഫ് വിജിലൻ്റ് ആയിരിക്കും. ഇറ്റ്സ് വെരി ഈസി ടു പബ്ലിഷ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് സൂൺ ആഫ്റ്റർ ദ ക്ലോസിംഗ് അക്കൗണ്ടിങ് ഇയർ. ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊരു ഗുണമാണ്. ഓഡിറ്റർ ഹാസ് ത്രൂ thorough and continuous touch with the business of client. Therefore, he can understand the technical knowledge of a business, can give the valuable advice to improving efficiency of a business. ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റർ വന്ന് പരിശോധിക്കുന്നതാണ് എങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസും എഫിഷ്യൻസിയും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് ആ സ്ഥാപനത്തിലെ തൊഴിലാളികളുമായിട്ടും മറ്റൊക്കെ ഒരു ടച്ച് ഉണ്ടാക്കാനും സഹായിക്കും. ബാങ്കിലൊക്കെ കണ്ടിന്യൂസ് ഓഡിറ്റാണ് ഉണ്ടാവുക. 6 മാസം കൂടുമ്പോൾ ചിലപ്പോൾ മന്ത്ലി തന്നെ എന്താവും ആള് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് എൻഹാൻസസ് ദ മൊറാലിറ്റി ഓഫ് ക്ലയൻസ് ആൻഡ് സ്റ്റാഫ്. ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവിടെയുള്ള സ്റ്റാഫിനൊക്കെ ഒരു മൊറാലിറ്റി വളർത്തും. ഇറ്റ് ഹെൽപ്സ് ഡിക്ലെയർ ഇൻറ്ററിം ഡിവിഡൻഡ് ബിക്കോസ് ഓഡിറ്റഡ് ഇൻറ്ററിം പ്രോഫിറ്റ് ഈസ് അവൈലബിൾ. ചിലപ്പോഴൊക്കെ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അതിൻ്റെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടി വരും. അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയാം. ഡിവിഡൻഡ് നമ്മൾ സാധാരണ കൊടുക്കുക ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്. എന്നാൽ ചില സ്ഥാപനങ്ങൾ 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴൊക്കെ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ കൊടുക്കുന്ന കമ്പനിക്ക് അതിൻ്റെ പ്രോഫിറ്റൊക്കെ അനലൈസ് ചെയ്യാനും മറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനലൈസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അതിനാണ് നമ്മൾ ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് പറയാം. ഇൻറ്ററിം ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ ഇൻറ്ററിം ആയിട്ട് നമ്മൾ, അതായത് 6 മാസം 3 മാസം കൂടുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്ത് ഉണ്ടാക്കണം. അതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതൊന്ന്, ഫ്രീക്വൻറ്റ് വിസിറ്റ് ഓഫ് എൻ ഓഡിറ്റർ ഈസ് സ്റ്റാഫ് മേ ക്രിയേറ്റ് ഇൻറ്ററപ്ഷൻ ഇൻ ദി വർക്ക്സ് ഓഫ് ദ ക്ലയൻസ് സ്റ്റാഫ്. ഓഡിറ്റർമാർ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് വർക്കിന് ഒരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബാങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓഡിറ്റ് നടക്കുന്ന ദിവസം ട്രാൻസാക്ഷൻ വളരെ സാവധാനമായിരിക്കും. കുറേ ആളുകൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്. ഇത് ചിലവ് കൂടുതലാണ്. There are some enhances altering audited books and accounts by some dishonest employees of clients because the audited accounts remain with them. ഇതിന് ഒരു ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും അന്ന് തന്നെ ഓഡിറ്റർ പരിശോധിച്ചുകൊണ്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഓഡിറ്റർ ഒരു പക്ഷേ അത് ചെക്ക് ചെയ്തോളണമെന്നില്ല. ആ ഓഡിറ്റ് ചെയ്ത് എടുത്തു വെച്ചതിൽ ചിലപ്പോൾ എന്തെങ്കിലും ആൾട്ടറേഷൻ വരുത്താൻ സാധ്യതയുണ്ട്. അത് അക്കൗണ്ട്സിൻ്റെ കൃത്യതയെ ബാധിക്കും. Then frequent visit of an auditor, the client firm may create a close contact of the staff and client, which results in ethnic relationship between them, then destroy the purpose of an audit. ഓഡിറ്റർ ഒരിക്കലും അവിടെയുള്ള സ്റ്റാഫുമായിട്ട് കമ്പനി ആവാൻ പാടില്ല. പക്ഷെ ഡെയിലി ആ ഓഫീസിൽ ആ കമ്പനിയിൽ വന്നുകൊണ്ടിരുന്നാൽ അവർ തമ്മിൽ കമ്പനി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓഡിറ്റിങ്ങിൻ്റെ ലക്ഷ്യത്തിനെ ബാധിക്കും. ഓഡിറ്റർമാർ ശരിക്കും ഒരു പോലീസുകാരെ പോലെയാണ്. വലിയ അടുപ്പം കാണിക്കാനൊക്കെ നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അത് ഇല്ലാണ്ടാവും കണ്ടിന്യൂസ് ഓഡിറ്റ് ആകുമ്പോൾ. അത് ഇതിൻ്റെ കൃത്യതയെ ബാധിക്കും. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്, ദ വർക്ക് ഓഫ് ആൻ ഓഡിറ്റർ ഈസ് എ മെക്കാനിക്കൽ ആൻഡ് മോണോട്ടോണസ്. സ്ഥിരമായിട്ട് ഓഡിറ്റർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒരു യാന്ത്രികമായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ വേണ്ടോ വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പാണ് പറഞ്ഞത് കണ്ടിന്യൂസ് ഓഡിറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞു. ഇനി ആനുവൽ ഓഡിറ്റ്. കയറി വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആനുവൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ നടത്തുന്ന ഓഡിറ്റാണ്. ഇതിന് കംപ്ലീറ്റ് ഓഡിറ്റ് എന്നും പറയാറുണ്ട്, ഫൈനൽ ഓഡിറ്റ് എന്നും പറയാറുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ സ്മോൾ കൺസേൺസ്. അത്ര വലിയ സ്ഥാപനങ്ങളല്ലാത്ത സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ഓഡിറ്റ് നടത്തുക. ഇറ്റ് ഈസ് ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷമാണിത് നടത്തുക. അതായത് വർഷത്തിലൊരിക്കൽ നടത്തുന്ന
ഫൈനൽ സമയത്ത്, അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നടത്തുന്ന ഓഡിറ്റാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ദ വർക്ക്സ് ഓഫ് ദ ക്ലയൻറ്റ് സ്റ്റാഫ് ഈസ് നോട്ട് ഇൻ്ററാപ്റ്റഡ്. ആ കമ്പനിയിലെ വർക്കിനെ അത് ബാധിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. ദർ ഇസ് എ സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക് ബിക്കോസ് ദ എൻ്റർ ഓഡിറ്റ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് ദ കണ്ടിന്യൂസ് സിംഗിൾ സെഷൻ. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ആ ബുക്കൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് അവിടെ എടുത്ത് വെക്കും. പിന്നെ നമ്മൾ അടുത്ത ബുക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പഴയ ബുക്ക് എടുത്തിട്ടാണ് അവർ പരിശോധന നടത്തുക. അത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ജേർണൽ എൻട്രി എഴുതുന്നതിനൊന്നും അത് ബാധിക്കില്ല. ചിലവ് കുറവാണ്. ദർ ഇസ് നോ ഫീലിംഗ് ഓഫ് മോണോട്ടണസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വന്നിട്ട് ഓഡിറ്റർ വരുമ്പോൾ ഒരു മോണോട്ടണസ് ആവാൻ സാധ്യതയുണ്ട്. അതായത് യാന്ത്രികമായിട്ട് വേണോ വെച്ചിട്ട് വർക്ക് ചെയ്യും. ഇവിടെ അത് ഉണ്ടാവില്ല, ഒരു സീരിയസ് ഉണ്ടാവും. ദർ ഇസ് നോ ചാൻസ് ടു കൊളൂഷൻ ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ്. അക്കൗണ്ടിങ് സ്റ്റാഫും ഓഡിറ്റ് സ്റ്റാഫും തമ്മിലുള്ള കൊളീഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റിൽ വന്നിട്ട് നമ്മുടെ ജേർണൽ എൻട്രിയുടെ ബുക്ക് എടുത്തിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്കതൊന്ന് എൻട്രി ചെയ്യണം. അപ്പോൾ അയാളൊന്ന് ചോദിക്കണം, ഇത് ഒന്ന് എഴുതിയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടി വരും. ഫൈനൽ ഓഡിറ്റിൽ അങ്ങനെ ഇല്ല. അതായത് നമ്മൾ പുതിയ ബുക്കിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടാവും, പഴയ കണക്കായിരിക്കും അവർ പരിശോധിക്കുക. ഇതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദ ഓഡിറ്റർ സ്പെൻഡിങ് ഓൺലി ലിറ്റിൽ ടൈം. സമയം കുറവായതുകൊണ്ട് ഡീറ്റെയിൽഡ് ചെക്കിംഗ് പോസിബിൾ അല്ല. ഡീറ്റെയിൽഡ് ചെക്കിംഗ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എറർ ഫ്രോഡ്സ് ഒക്കെ കംപ്ലീറ്റ്ലി നമുക്ക് കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബിഗ് കൺസേൺ. വലിയ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ ഓഡിറ്റിംഗ് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. This is the type of auditing is not suitable for big concern. The auditor may rely upon the management in several cases. ഇതൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റും ഫൈനൽ അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റുമാണ് ഇപ്പോൾ മനസ്സിലായത്, ചെക്ക് ചെയ്യുന്നത്. ഇനി ഇൻ്ററിം ഓഡിറ്റ് എന്താണ്? ഇൻ്ററിം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, ഇടക്ക് എന്നാണ് അർത്ഥം. ഇൻ്ററിം ഓഡിറ്റിംഗ് ഈസ് ആൻ ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്സ്. 2 ആനുവൽ ഓഡിറ്റിൻ്റെ ഇടയിൽ നടത്തുന്ന, അതായത് കൊല്ലത്തിൻ്റെ പകുതി, 6 മാസം കൂടുമ്പോൾ നടത്തുന്ന ഓഡിറ്റിംഗ് എന്ന് പറയാം. ആനുവൽ ഓഡിറ്റിംഗ് കമ്പനിയിൽ ഉണ്ടാകും, അതിൻ്റെ ഇടയിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അതിനാണ് ഇൻ്ററിം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഓഡിറ്റ് ഈസ് ഡൺ ഫോർ ദി പർപ്പസ് ഓഫ് അസർട്ടൈനിങ് ഇൻ്ററിം പ്രോഫിറ്റ്. ഇൻ്ററിം പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പ്രോഫിറ്റ് അറിയുക മാർച്ച് 31-നാണ്. അതിൻ്റെ മുന്നൊന്ന് അറിയണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ ചുമ്മാ ഒന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. പകുതി ആകുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഒന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 6 മാസം കൂടുമ്പോൾ അത് ക്ലോസ് ചെയ്യുകയും ആ സമയത്ത് അതിനെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇൻ്ററിം ഓഡിറ്റ്. അതല്ലാതെ ചിലപ്പോൾ ചില സമയത്ത് ചില സിറ്റുവേഷൻ തന്നെ ഉണ്ടാകും, ആ സമയത്ത് ഇത് ചെയ്യും. അതായത് അഡ്മിഷനോ റിട്ടയർമെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കണക്ക് ക്ലോസ് ചെയ്ത് നമ്മൾ പുതിയ കണക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇൻ്ററിം ഓഡിറ്റ് നടത്താം. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഫെസിലിറ്റേറ്റ് ദ കംപ്ലീഷൻ ഓഫ് ഫൈനൽ ഓഡിറ്റ് ഏർലിയർ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ്. ഒരു 6 മാസം കൂടുമ്പോൾ ഇത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി കുറയും. അതായത് മാർച്ചിൽ പിന്നെ നമുക്ക് പണി കുറയും. ഇറ്റ് പ്രൊമോട്ട്സ് മോറൽ ചെക്ക് ഓൺ ക്ലയൻറ്റ് സ്റ്റാഫ്. 6 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മോറൽ ചെക്കാണ്. ഇറ്റ് ഹെൽപ്സ് ദ ഈസി ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. 6 മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൃത്യതയിൽ നമുക്ക് അതിൻ്റെ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ കണ്ടെത്താം. ഡിസഡ്വാൻറ്റേജ്, ഫിഗേഴ്സ് ഓഡിറ്റഡ് അപ് ടു ഇൻ്ററിം ഓഡിറ്റ് മേ ബി ആൾട്ടേർഡ് ബൈ എ സ്റ്റാഫ് ഓഫ് ദ ക്ലയൻറ്റ്. 6 മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ ബുക്ക് പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ സ്റ്റാഫ് അതിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇറ്റ് അഡീഷണൽ വർക്ക് ഫോർ എക്സ്പെൻസീവ്. ചിലവ് കൂടും. കൊല്ലത്തിൽ ഓഡിറ്റിങ്ങിന് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ഉണ്ടാവും. പ്രിപ്പറേഷൻ ഓഫ് എക്സ്റ്റെൻസീവ് നോട്ട്സ് ഫിഗേഴ്സ് ഓഡിറ്റഡ് മേ ബി റിസൾട്ട് ഇൻ ദി ഇൻക്രീസ് ഓഫ് അഡീഷണൽ വർക്ക് ലോഡ്. 6 മാസത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് കൂടുതലായിരിക്കും. പിന്നെ അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്.
സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഈസ് മെയ്ഡ് കമ്പൽസറി ആസ് പെർ സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ. എല്ലാ കമ്പനിയുടെയും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില കമ്പനികളുടെ ചില സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് നിർബന്ധമായിട്ടും ഒരാൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിയമം പറഞ്ഞിട്ടുണ്ടാവും. അതിനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് is not compulsory for all firms. For example, sole trader not needed to audit his accounts. എന്നാൽ some organization auditing is compulsory. അത് ഏതൊക്കെയാണ്? They are companies registered under Companies Act. ആക്ട് പ്രകാരം, കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി, അത് ബാങ്കിങ് കമ്പനി ആവാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, കോർപ്പറേഷൻസ് ആവാം, രജിസ്റ്റേർഡ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആവാം. ഇത്തരം കമ്പനികളൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഓഡിറ്റിംഗ് നടത്തണം. അത്തരം കമ്പനികളുടെ ഓഡിറ്റിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. ഓഡിറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് യൂണിറ്റ് മാത്രമാണത്. നന്നായിട്ട് തിയറി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.